الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. ഇമാം നബവി റഹിമഹുള്ളയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ മൻസൂറാത്തുകൾ, പൊതുവായിട്ടുള്ള ചില ഹദീസുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ അടുത്ത ഹദീസ് وعن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم أول ما يقضى بين الناس يوم القيامة في الدماء. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യുഖ്ളാ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ നാളെ തീരുമാനിക്കപ്പെടുന്നതിൽ, വിധി കൽപ്പിക്കുന്നതിൽ ഒന്നാമതായിട്ടുള്ള കാര്യം ഏതിലാണെന്ന് വെച്ചാൽ യൗമുൽ ഖിയാമത്തി ഫിദ്ദിമാ, രക്തത്തിന്റെ വിഷയത്തിലാണ്. അതായത് നാളെ പരലോകത്ത് നമുക്കറിയാം, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, നന്മയും തിന്മയും അതിനനുസൃതമായ പ്രതിഫലം നൽകപ്പെടുന്ന ലോകമാണ് പരലോകം എന്നുള്ളത്. അപ്പൊ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകളും വിരോധനങ്ങളും ഒരു ഭാഗത്ത് വിചാരണ ചെയ്യപ്പെടുകയും അതിനനുസരിച്ചുള്ള പ്രതിഫലം ഉണ്ടാവും. അതുപോലെ തന്നെ സൃഷ്ടികൾ പരസ്പരമുള്ള വിഷയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി നടപ്പിലാക്കും. സൃഷ്ടികൾക്കിടയിലുള്ള വിഷയത്തിൽ എങ്ങനെയാണ് വിധി നടപ്പിലാക്കുക? ഒരാൾ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളുടെ അഭിമാനം അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവന്റെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ, അവനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, അവനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള സൃഷ്ടികൾ പരസ്പരമുള്ള കാര്യങ്ങൾ, അതിന് പരസ്പരം തന്നെ തീരുമാനം നടപ്പിലാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇപ്പൊ നമ്മളൊരാളെ സംസാരം കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അടിച്ചിട്ട് വേദനിപ്പിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ നാളെ പരലോകത്തെ അവസ്ഥ എന്താണ്? അവന്റെ ആരെയാണോ നമ്മൾ വേദനിപ്പിച്ചത്, നമ്മുടെ നന്മകൾ അവന് നൽകപ്പെടും. എന്നിട്ട് തീർന്നിട്ടില്ല എങ്കിലോ അവന്റെ തിന്മകൾ നമുക്ക് നൽകപ്പെടുന്ന അവസ്ഥയിൽ അങ്ങനെ ഓരോ രീതിയിൽ തീരുമാനിക്കപ്പെടും. ഈ ഹദീസിൽ പറയുന്നത്, നാളെ പരലോകത്ത് സൃഷ്ടികൾക്കിടയിലുള്ള ഈ വിഷയത്തിൽ ആദ്യമായി തീരുമാനിക്കപ്പെടുന്ന കാര്യമെന്ന് പറഞ്ഞത് രക്തത്തിന്റെ വിഷയത്തിലാണ്, അഥവാ കൊലപാതകം നടത്തിയതിന്റെ ആ വിഷയത്തിലുള്ള ആയിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി തീരുമാനിക്കപ്പെടുന്ന കാര്യം. കാരണം മറ്റൊരാളുടെ രക്തം അന്യായമായിട്ട് ഒരാളെ കൊല്ലുക, അല്ലെങ്കിൽ അന്യായമായി ഒരാളുടെ ഇതുപോലെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക, ഈ വിഷയത്തിലായിരിക്കും നാളെ പരലോകത്ത് ആദ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുക എന്ന് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിപൂർവമാണ് എല്ലാ കാര്യവും നടപ്പിലാക്കുക. നാളെ പരലോകത്തും ഈ വിഷയത്തിൽ നീതിയോടുകൂടി തന്നെയാണ് നടപ്പിലാക്കുക. അപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ്, അപ്പൊ ഒരാൾ ഇങ്ങനെ വേറൊരാളെ വധിക്കുകയോ എല്ലാം ചെയ്തു, എന്നിട്ട് അയാൾ തൗബ ചെയ്ത് മടങ്ങിയാലോ? നമുക്കറിയാം, തൗബ എന്നുള്ളത് അവൻ ഇഖ്ലാസോടുകൂടി തൗബ ചെയ്യുകയാണെങ്കിൽ, അവന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണെങ്കിൽ അവനെന്തുണ്ടാവും? ആ ശിക്ഷയിൽ നിന്ന് മോചനം ഉണ്ടാകും. ഒരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും രണ്ടാളുകളെ നോക്കിയിട്ട്. ആ ആളുകളെ അവസ്ഥ എന്താണ്? അതിലൊരാൾ മറ്റൊരാളെ കൊല്ലുന്നു, എന്നിട്ട് ഈ കൊന്നയാൾ, കൊലപാതകി, അവൻ പിന്നീട് തൗബ ചെയ്തിട്ട് അവൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഷഹീദായി മരിക്കുന്നു. രണ്ടുപേരും എന്താണ്? ഷഹീദായി മരിക്കുന്ന അവസ്ഥയിൽ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഇയാൾ ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് മരിക്കുന്നു, രണ്ടുപേരും സ്വർഗത്തിലാകുന്നു. ഇവരെ നോക്കി അള്ളാഹു ചിരിക്കുമെന്നെല്ലാം ഹദീസിൽ കാണാം. അപ്പോ തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നാളെ പരലോകത്ത് സൃഷ്ടികൾക്കിടയിൽ ആദ്യം പരസ്പരമുള്ള വിഷയങ്ങളിൽ പരിഗണിക്കപ്പെടുന്നത് കൊലപാതകമായിരിക്കും, രക്തത്തിന്റെ വിഷയത്തിലുള്ള കാര്യമാണെന്ന് കാണാം.
അടുത്ത ഹദീസ് വൻ ആയിഷ റളിയല്ലാഹു അൻഹ قالت قال رسول الله صلى الله عليه وسلم خلقت الملائكة من نور وخلق الجان من مارج من نار وخلق آدم مما وصف لكم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്തിൽ നിന്നാണ്? പ്രകാശത്തിൽ നിന്നാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ യഥാവിധി അനുസരിക്കുന്ന, എല്ലാ സമയത്തും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹു കൽപ്പിച്ചതിനെതിരായി പ്രവർത്തിക്കാത്ത, എന്ത് സ്വന്തമായി തിന്മകളൊന്നും ചെയ്യാത്ത അള്ളാഹുവിന്റെ അടിമകളാണ് ആര്? മലക്കുകൾ എന്ന് പറയുന്നത്. ആകാശലോകത്ത് കോടാനുകോടി മലക്കുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ കാണാം, അത്തത്തിസ്സമാ, ആകാശത്ത് ഭാരം കാരണത്താൽ അത് ഒരു ഒട്ടകത്തിന്റെ മേലെ ഭാരം കയറ്റി വെച്ചാൽ ആ ഒട്ടകം ഒന്ന് അമർന്നു പോകുന്ന ഒരു ശബ്ദമുണ്ട്. അതുപോലെയുള്ള ശബ്ദം ആകാശത്ത് ഉണ്ടാവുന്നുണ്ട്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആകാശത്തിൽ ഒരു സ്ഥലമില്ല, ഒരു 4 വിരലോ അല്ലെങ്കിൽ ഒരു കൈപ്പത്തിയോ വെക്കാനുള്ള സ്ഥലമില്ല ഒരു മലക്ക് സുജൂദിലായിക്കൊണ്ടില്ലാതെ ഒരു സ്ഥലമില്ല എന്ന്. അത്രത്തോളം സൃഷ്ടികളുണ്ട്. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്, ആ മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകാശം കൊണ്ടാണ്. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, ജിന്ന് വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് തീയിന്റെ നാളം കൊണ്ടാണ് ജിന്ന് വർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ദുനിയാവിൽ വിചാരണ ചെയ്യപ്പെടുന്ന സകലൈൻ, നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന 2 വർഗങ്ങളാണ് ആര്? ജിന്ന് വർഗവും മനുഷ്യവർഗവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽപ്പെട്ട ജിന്ന് വർഗത്തെ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് തീയിന്റെ നാളത്തിൽ നിന്നാണെന്ന് കാണാം. വഖുലിഖ ആദമു, ആദം നബി അലൈഹിസ്സലാമിനെ അഥവാ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് മിമ്മ വുസിഫ ലക്കും, നിങ്ങൾക്ക് പറയപ്പെട്ടിട്ടുള്ള, നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ കാര്യം കൊണ്ടാണ്. എന്താണ്? മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? മണ്ണുകൊണ്ടാണ്. അള്ളാഹു തആല സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, അവിടെ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അഥവാ മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അതിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടും, അതിൽ നിന്ന് തന്നെ വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. അതാണ് ഈ ഹദീസിൽ പറയുന്നത്. അടുത്ത ഹദീസ് വഅൻഹാ റളിയല്ലാഹു അൻഹാ ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുൻ നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്നുള്ളത് ഖുർആനായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നമുക്കറിയാം, ഒരു പുരുഷന്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് പറയാൻ ഏറ്റവും അർഹതയുള്ള ഒരാൾ ആ പുരുഷന്റെ ഭാര്യയാണ്. കാരണം ആ പുരുഷൻ എങ്ങനെയാണ് യഥാർത്ഥ ജീവിതത്തിൽ എന്ന് വ്യക്തമായി അറിയുന്നത്. പല ആളുകളും പുറത്ത് ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ മാന്യന്മാരായിരിക്കും, വളരെ ചിരിച്ചുകൊണ്ടും വളരെ ആളുകളെ സന്തോഷിപ്പിക്കുന്നതായിട്ടൊക്കെ എല്ലാം കാണാൻ സാധിക്കും. എന്നാൽ വീടിനകത്ത് സ്ത്രീകളോട് ഏറ്റവും മോശപ്പെട്ട സംസാരങ്ങൾ സംസാരിക്കുന്ന, അവരെ ഉപദ്രവിക്കുന്ന, ആ രീതിയിൽ സംസാരിക്കുന്ന ആളുകളായിട്ട് കാണാം. അപ്പൊ ഒരു വ്യക്തിയുടെ അവന്റെ സ്വഭാവം എന്താണെന്ന് പറയാൻ യോഗ്യത അവന്റെ ഭാര്യയ്ക്കാണുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെടുകയാണ്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കൊണ്ടുനടക്കുമായിരുന്നു. വിരോധിച്ചിട്ടുള്ള കാര്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കുമായിരുന്നു. അത് ഇബാദത്തുകളിലാവട്ടെ അതല്ലാത്ത മുആമലത്തുകളിലാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ ദീനിന്റെ നിയമങ്ങൾ, ഖുർആനിന്റെ കൽപ്പനകളും വിരോധനങ്ങളും അത് യഥാവിധി ജീവിതത്തിൽ പകർത്തുന്ന ആളായിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അത് നമുക്കൊരു മാതൃകയാണ്. നമ്മളെപ്പോഴും ഖുർആൻ പഠിക്കുന്ന ആളുകളാകുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് ഖുർആൻ എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് എന്നാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഖുർആൻ എന്ത് മാറ്റമാണ് വരുത്തിയത് എന്നാണ്. കാരണം പല ആളുകളും ഖുർആൻ പഠിക്കുന്ന ആളുകൾ, ഖുർആൻ മനഃപ്പാടമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഖുർആനിനെ കുറിച്ച് അറിവുള്ള ആളുകൾ, ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളിലെല്ലാം
ആ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണോ അത് കാണാതാകുമ്പോൾ ആ ഖുർആൻ അവന് ഉപകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് സഹാബികൾ അവരെന്ത് ചെയ്തിരുന്നത്? അവർ ഖുർആൻ പഠിക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് അവർ പഠിച്ചിരുന്നത്. ഖുർആൻ അവർ ജീവിതത്തിൽ പകർത്തുമായിരുന്നു. അവര് 5 or 10 ആയത്ത് പഠിച്ചാൽ അത് അവരുടെ ജീവിതത്തിൽ പകർത്തി അവർ തെളിയിക്കുമായിരുന്നു. അല്ലാതെ ഖുർആൻ ഏതെങ്കിലും ഒരു പുസ്തകം പോലെ കാണാതെ പഠിക്കേണ്ടതോ അഥവാ അതിന്റെ ജീവിതത്തിൽ പകർത്താതെ അതിന്റെ വാക്കുകൾ മാത്രം കാണാതെ പഠിക്കേണ്ടതോ അതല്ലെങ്കിൽ ആ വാക്കുകൾ മാത്രം പാരായണം ചെയ്യപ്പെടേണ്ടതോ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല ഖുർആൻ എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. നമുക്കറിയാം, എത്രയോ ചരിത്രങ്ങൾ അറിയാം മുൻഗാമികളുടെ, അതുപോലെ തന്നെ ഇന്നും പലരുടെയും ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനാണ്. പല സഹാബികളുടെ, അതുപോലെ തന്നെ മുശ്രിക്കീങ്ങൾ തൗഹീദ് മനസ്സിലാക്കാൻ കാരണമായത്, സലഫുകളിൽ പലരുടെയും തൗബക്ക് കാരണമായത്, അതിനൊക്കെ അടിസ്ഥാനം എന്തായിരുന്നു? ഖുർആനായിരുന്നു. അപ്പൊ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എന്താണ് മാറ്റം വരുന്നത്? നമ്മുടെ സ്വഭാവം ഒന്ന് നന്നാക്കാൻ ഖുർആനെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ, അഥവാ ഖുർആനെ കൊണ്ട് സാധിക്കുന്നില്ല ഉദ്ദേശിച്ചത് നമ്മുടെ ഖുർആൻ പാരായണം കൊണ്ടും ഖുർആൻ പഠനം കൊണ്ടും നമ്മുടെ സ്വഭാവത്തിൽ തഖ്വയും ഈമാനും സൽസ്വഭാവവും ഒന്നും വർദ്ധിക്കുന്നില്ല എങ്കിൽ നാം ഖുർആനിനെ പഠിക്കുന്നിടത്ത് എവിടെയോ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനോട് അതിയായി തേടണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അമലാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള കിതാബാണ്. പഠിക്കണം, ഹിഫ്ളാക്കണം, അതെല്ലാം അതിന്റെ ഭാഗമാണ്. പക്ഷെ അമലാക്കുന്നില്ല എങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഉപകരിക്കാതെ പോകുന്ന ഒരു അവസ്ഥ, അതല്ലെങ്കിൽ പരലോകത്ത് നമുക്കെതിരാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് നാം ഭയപ്പെടണം. അടുത്ത ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലിഖാഅ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ഇഷ്ടപ്പെടുന്നത്, അഹബ്ബ അല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാഅ അല്ലാഹ്, ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വെറുക്കുന്നത്, കരിഹ അല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹു എന്തു ചെയ്യും? വെറുക്കും. അള്ളാഹു വെറുക്കും. ഫഖുൽതു, അപ്പോ പിന്നെ ഇത് കേട്ട സഹാബി ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അകറാഹിയത്തുൽ മൗതി ഫകുല്ലുനാ നക്റഹുൽ മൗത്ത്. അപ്പോ മരണത്തിനോടുള്ള വെറുപ്പോ? ഞങ്ങളൊക്കെ മരണത്തിനെ വെറുക്കുന്നുണ്ടല്ലോ. അതായത് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ എന്ത് വേണം? മരണപ്പെടണം. ദുനിയാവിൽ വെച്ച് ഒരാൾ അള്ളാഹുവിനെ കാണുമോ? ഇല്ല. അപ്പോ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു കാണാൻ ഇഷ്ടപ്പെടും, അള്ളാഹുവിനെ കാണാൻ വെറുക്കുന്നവരെ അവരും വെറുക്കുമെന്ന് അള്ളാഹു വെറുക്കുമെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും പൊതുവായിട്ടൊരു കാര്യം എന്താണ്? മരിക്കാനൊരു പേടിയും വിഷമം എന്തായാലും ഉണ്ടാവുമല്ലോ, മരണത്തിനോടൊരു അകൽച്ച വെറുപ്പുണ്ടാവുമല്ലോ. അപ്പൊ എല്ലാവർക്കും മരിക്കാനൊരു പേടി ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് അള്ളാഹിനെ കാണാന് പിന്നെ ഉള്ള വെറുപ്പാവോ എന്ന നിലക്ക് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കാൻ ഒരു പേടിയുണ്ട്, ഞങ്ങൾക്ക് മരണത്തിനോടൊരു വെറുപ്പുണ്ട്, അപ്പൊ അത് പിന്നെ പ്രശ്നമാണോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ കദാലിക്, അതുപോലെയല്ല, നിങ്ങൾ മനസ്സിലാക്കിയ പോലെയല്ല കാര്യം. വലാകിന്നൽ മുഅ്മിന, പക്ഷേ ഒരു മുഅ്മിൻ, ഇദാ ബുശ്ശിറ ബിറഹ്മത്തില്ലാഹി വറിദ്വാനിഹി, ഒരു മുഅ്മിൻ അവൻ അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ തൃപ്തിയുമെല്ലാം അറിയിക്കപ്പെട്ടാൽ, വജന്നതിഹി, അള്ളാഹുവിന്റെ സ്വർഗത്തെ പറ്റിയും അറിയിക്കപ്പെട്ടാൽ, അഹബ്ബ ലിഖാഅ അല്ലാഹി ഫഅഹബ്ബ അല്ലാഹു ലിഖാഅഹു, അവൻ എന്തുണ്ടാകും? അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടും. അപ്പൊ അള്ളാഹു അവനെ കാണാനും ഇഷ്ടപ്പെടും. വഇന്നൽ കാഫിറ, പക്ഷേ കാഫിറായിട്ടുള്ള ഒരു വ്യക്തി, ഇദാ ബുശ്ശിറ ബിഅദാബില്ലാഹ്, അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് അവൻ അറിയിക്കപ്പെട്ടാൽ, വസഖതിഹി, അള്ളാഹുവിന്റെ കോപത്തെ കുറിച്ച് അറിയിക്കപ്പെട്ടാൽ, കരിഹ ലിഖാഅ അല്ലാഹ് വകരിഹ അല്ലാഹു ലിഖാഅഹു, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വെറുക്കും, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹു വെറുക്കും. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇതേ ആശയം അറിയിക്കുന്ന വേറെയും റിവായത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, വളരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ലക്ഷ്യത്തെ അറിയിക്കുന്ന ഒരു ഹദീസാണത്. ഇതിൽ പ്രത്യേകിച്ചും മരണസമയത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു മുഅ്മിൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, അവന്റെ മരണം മുന്നിൽ കാണുന്ന സമയത്താണ് അവന്റെ അവസ്ഥ ബോധ്യപ്പെടുക. നമ്മളിൽ പല ആളുകളും, മനുഷ്യരെന്ന അവസ്ഥയിൽ പല ആളുകളും അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് മറയിടപ്പെട്ടവരാണ്.
മരണവും പരലോകവും അതിനുശേഷമുള്ള ജീവിതവും എല്ലാം ഹക്കാണ്, അത് യാഥാർത്ഥ്യമാണ്, അതിലൊരു സംശയവുമില്ല എന്ന നിലക്ക് ദൃഢമായ ബോധ്യമുണ്ടാകുന്നത് മലക്കുൽ മൗത്തിനെ നേരിട്ട് കാണുമ്പോൾ, അതായത് ഞാൻ മരിക്കുകയാണെന്ന് ഉറപ്പാകുമ്പോഴാണ്. ആ മരിക്കുകയാണെന്ന് ഉറപ്പാകുന്ന സമയത്ത് അവൻ അല്ലാഹു തആല തൃപ്തിപ്പെട്ട ഒരു നഫ്സാണെങ്കിൽ, തൃപ്തിപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, അവന്റെ മരണസമയത്ത് മലായിക്കത്തുകൾ വരും, അവനെ സമാധാനിപ്പിക്കും. ഞങ്ങൾ നിങ്ങൾ ഔലിയാക്കളാണെന്ന് പറയും, നിങ്ങൾക്ക് കൂട്ടായി ദുനിയാവിലും പരലോകത്തിലും ഞങ്ങളുണ്ടെന്ന് പറയും. ഒരു പേടിയോ ഒരു ദുഃഖമോ വേണ്ട. ദുനിയാവിൽ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ ഭാര്യമാരോ മക്കളോ സന്താനങ്ങളോ കച്ചവടമോ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ എന്ത് വേണ്ട, ദുഃഖിക്കണ്ട. വരാൻ പോകുന്ന പരലോകത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കുകയും വേണ്ട. നിങ്ങൾ സന്തോഷിച്ചാൽ മതി. നിങ്ങൾക്കത് അള്ളാഹ് സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്. ഇങ്ങനെ അറിയിക്കപ്പെടുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ ഉണ്ടാവുക? മുന്നിൽ സ്വർഗവും പിന്നിൽ ദുനിയാവും ആണെങ്കിൽ ആൾക്കാരെന്താ ആഗ്രഹിക്കുക? സ്വർഗത്തിലെത്തണം. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഏറ്റവും വലിയ വിഭവം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അധികരിപ്പിച്ചു തരണോ, എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അഞ്ഞു നൽകണോ? അതായത് സ്വർഗത്തിൽ പ്രവേശിച്ച് എല്ലാവിധ സുഖാനുഭൂതിയും ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു കൽബിന് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അവർ ഇച്ഛിക്കുന്നത് എന്തും അവിടെ ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ അവരുണ്ട്. പരിശുദ്ധരായ ഇണകളുണ്ട് അവർക്ക്, ഏറ്റവും നല്ല ഭക്ഷണമുണ്ട് അവർക്ക്, ഏറ്റവും നല്ല പാനീയങ്ങളുണ്ട് അവർക്ക്. അവർക്ക് ജോലി ചെയ്യാൻ അവർക്ക് ചുറ്റും ചെറിയ ചെറിയ കുട്ടികളായിട്ട് ഓടിക്കളിക്കുന്ന ആളുകളുണ്ട്. അവര് നല്ല ഏറ്റവും ആനന്ദത്തിലാണ്, ഏറ്റവും സന്തോഷത്തിലാണ്. അവരോടാണ് ഈ ചോദ്യം. അവർ തിരിച്ചു പറയുന്ന മറുപടി എന്താണ്? അലം തുബയ്യിദ് വുജൂഹന, അല്ലാഹ് നീ ഞങ്ങളുടെ മുഖത പ്രകാശപൂരിതാക്കിയിട്ടുണ്ട്. വതുദ്ഖിലൽ ജന്ന വതുനജ്ജിനാ മിനൻ നാർ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്ത് ചോദിക്കാനാ? ഇനി ഞങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ കാണുക. അള്ളാഹുവിന്റെ മറ, അള്ളാഹുവിന്റെ ഹിജാബ്, അള്ളാഹുവിന്റെ നൂറ് കൊണ്ടുള്ള ഹിജാബ് അള്ളാഹു മാറ്റും. അവിടെ വെച്ച് സത്യവിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണും സ്വർഗത്തിൽ. അപ്പോൾ അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൽ ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, വമാ ഉതു ശൈഅൻ അഹബ്ബ ഇലല്ലാഹി മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ, തന്റെ റബ്ബായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നോക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടപ്പെട്ട മറ്റൊന്നും ആ സ്വർഗത്തിൽ ഉണ്ടാവില്ല. ബാക്കി എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിനേക്കാൾ എല്ലാം അവർക്ക് ഇഷ്ടം എന്തായിരിക്കും? അള്ളാഹുവിനെ കാണലായിരിക്കും, അള്ളാഹുവിനെ നോക്കലായിരിക്കും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, സലഫുകളിൽ ചിലർ പറഞ്ഞത് കാണാൻ സാധിക്കും, അള്ളാഹുവിനെ മനസ്സിലായവർ, അള്ളാഹുവിനെ അറിഞ്ഞവർ, അവർ സ്വർഗത്തിൽ ആഗ്രഹിക്കുക അള്ളാഹുവിനെ കണ്ടുമുട്ടാണ്, അള്ളാഹുവിനെ കാണാൻ. നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്താ വേണ്ടി വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താ വേണ്ടി വെച്ചാൽ അള്ളാഹിനെ കാണും. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാതെ, എന്നാൽ ഈമാനുള്ള, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിന്റെ മഅരിഫത്ത് പൂർണ്ണമായി ലഭിക്കാതെ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവരാഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളായിരിക്കും. അവരോട് ചോദിച്ചാൽ പറയും, സ്വർഗത്തിലെത്തിയാൽ എനിക്ക് നല്ല ഭക്ഷണം വേണം, അതിന് നല്ല ഇണകൾ വേണം, അതിന് നല്ലൊരു കൊട്ടാരം വേണം, നല്ലൊരു വീട് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും എല്ലാം ആഗ്രഹിക്കുന്നത് തെറ്റായിട്ടല്ല. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അവർ കൂടുതൽ ആഗ്രഹിക്കുക അള്ളാഹുവിനെ കാണാനായിരിക്കും. അപ്പൊ മരണസമയത്ത് സഹോദരങ്ങളെ ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോ പിന്നെ അവന്റെ അവസ്ഥ എന്താണ്? പക്ഷെ അള്ളാഹുവിനെ കണ്ടാൽ മതി, അവന് വേറൊന്നും വേണ്ടി വരില്ല. അതായിരിക്കും ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കണ്ടുമുട്ടാനും ആഗ്രഹിക്കും. അള്ളാഹുവിന് മുഅ്മിനീങ്ങളായ അടിമകളെ അത്രയധികം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വീകരിക്കുന്ന തരത്തിൽ അവരോട് സലാം പറയും എന്നുള്ള എല്ലാം ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഒരു കാഫിറിന്റെ അവസ്ഥയോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കാത്ത, അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിച്ച ഒരു കാഫിറിന്റെ അവസ്ഥയോ? മരണസമയത്ത് അവർ ബേജാറിലായിരിക്കും, അങ്ങേയറ്റത്തെ വേദനയോട് കൂടിയിട്ടായിരിക്കും അവരുടെ മരണം ഉണ്ടാവുക. കാരണം മരണസമയത്ത് മലക്കുൽ മൗത്ത് റൂഹിനെ തിരിച്ചു വിളിക്കും, ശരീരത്തിൽ നിന്ന് റൂഹിനെ തിരിച്ചു വിളിക്കും. അപ്പൊ മുഅ്മിനായ വ്യക്തി അവന്റെ റൂഹ് എന്ത് കാണുകയാണ്? അവൻ ദുനിയാവിൽ ജീവിച്ചത് ഏതവസ്ഥയിലാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവോടുകൂടിയാണ്, അള്ളാഹുവിനെ കുറിച്ച് കാണാനുള്ള അതിയായ ആഗ്രഹത്തിലാണ് അവൻ ജീവിച്ചിട്ടുള്ളത്.
അപ്പോ സ്വർഗം സന്തോഷ വാർത്ത അറിയിച്ചിട്ട് ഇങ്ങോട്ട് പോരാൻ പറയുമ്പോൾ റൂഹിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് വീട്ടിലേക്കാണ്. അപ്പൊ നമുക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരാൾ വന്ന് നമ്മളെ വിളിക്കുകയാണ്. നമ്മളാണെങ്കിലോ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി എപ്പോഴും ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരാളുമാണ്. അപ്പൊ അയാളൊന്ന് പിന്നെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേഗം റെഡിയായിട്ട് വേഗം ഇറങ്ങി പോകാനുള്ള റെഡി ആയിട്ട് നിൽക്കും. അപ്പോ റൂഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവ് കൊണ്ട് പിന്നെ ഏറ്റവും നല്ലത് അള്ളാഹുവിന് മഅരിഫത്തുള്ള റൂഹാവുമ്പോ മലക്കുൽ മൗത്തിനോടൊപ്പം അല്ലെങ്കിൽ മലക്കുൽ മൗത്ത് വിളിക്കുമ്പോഴേക്കും റഹ്മത്തിന്റെ മലക്കൽ അടുക്കെ പോകാൻ അവർ തയ്യാറായിട്ടുള്ള അവസ്ഥയിൽ വളരെ സുഖമായിട്ട് ശരീരത്തിൽ നിന്ന് റൂഹ് പോകും. എന്നാൽ കാഫിർ അവൻ അറിയുന്നത് എന്താണ്? ഇനിയുള്ളത് എന്താണ്? ഇനി എനിക്കൊരു രക്ഷയുമില്ല, നരകത്തിലെ ശിക്ഷയും അള്ളാഹുവിന്റെ കോപമാണുള്ളത് അറിയുമ്പോൾ എന്ത് ചെയ്യും? ശരീരത്തിലേക്ക് ഉൾവലിയും. ആ റൂഹ് പുറത്തേക്ക് വരാൻ മടിക്കും. മലക്കുൽ മൗത്ത് പിടിച്ചു വലിക്കും. ഹദീസിൽ പറഞ്ഞതുപോലെ ഒരു പഞ്ഞിക്കെട്ടിൽ, ഒരു നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ മുള്ളുകളുള്ള ഒരു ദണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ എന്താ ഒട്ടിപ്പിടിക്കും, വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരാൾ പിടിച്ചു വലിക്കുമ്പോ കീറിപ്പറിഞ്ഞത് പോരുന്നത് പോലെ ആ റൂഹിനെ മലക്കുൽ മൗത്ത് ശരീരത്തിൽ നിന്ന് പിടിച്ചെടുക്കും. വളരെ വേദനയായിരിക്കും കാഫിറിന്റെ മരണം എന്ന് പറയുന്നത്. അതിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങളെങ്ങാനും മനുഷ്യരല്ലാത്ത കേൾക്കുന്നുണ്ട്, മനുഷ്യരല്ലാത്ത ജന്തുജീവൻ കേൾക്കുന്നുണ്ട്, നിങ്ങളെങ്ങാനും കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ ബോധം കെട്ട് പോകുമായിരുന്നു എന്ന ആ അവസ്ഥ ഉണ്ടാവും. ഒരു മയ്യത്തും പിന്നെ നിങ്ങൾക്ക് മറവിയാൻ തോന്നൂല. അത്രയും വലിയ നിലവിളിയായിരിക്കും അവർക്ക് ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, സൂറത്തുൽ അൻആമിലെ 93-ാമത്തെ ആയത്തിൽ, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, മരണസമയത്ത് ഈ കുഫറിലും ശിർക്കിലുമായി ജീവിച്ച ആളുകളെ നീ കണ്ടിരുന്നെങ്കിൽ, വൽ മലായികത്തു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസകും, മലക്കുകൾ അവനെ പിടിച്ചു വെച്ചുകൊണ്ട് അവന്റെ റൂഹിനെ പിടിച്ചു വലിച്ചെടുക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവരുടെ മരണം. വിശാലമായ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയായിരിക്കും കാഫിറിന്റെ മരണം. അപ്പൊ ഇത് കാണുമ്പോൾ കാഫിർ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അള്ളാഹിനെ കണ്ടുപിട്ടാൽ ഇഷ്ടപ്പെടുമോ? ഇല്ല. കാരണം അള്ളാഹിനെ കണ്ടുമുട്ടി അള്ളാഹിന്റെ റഹ്മത്തോ അള്ളാഹിനെ കാണുമ്പോൾ ആസ്വാദനം അവർക്ക് ഉണ്ടാവില്ല. കാണോ ഇല്ലേ എന്നുള്ളത് ചർച്ചയുള്ള വിഷയമാണ്. ഈ കണ്ടാൽ തന്നെയും അത് ഏത് രീതിയിലുള്ള കാഴ്ചയാണ്? അദാബിന്റെ കാഴ്ചയാണ്. അവർക്ക് കൂടുതൽ വേദന ഉണ്ടാക്കുക. അള്ളാഹുവിനെ അവർ കാണുകയോ ഇല്ലയോ എന്നുള്ള ചർച്ചയിൽ കണ്ടാൽ തന്നെയും പണ്ഡിതന്മാർ പറഞ്ഞു അത് വേദനയേറിയ പരലോകത്ത് വിചാരണക്ക് നിൽക്കുമ്പോൾ ഭയപ്പാടുണ്ടാക്കുന്ന കാഴ്ചയായിരിക്കും. അവരൊരിക്കലും അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടില്ല. അള്ളാഹുവിനും വെറുപ്പായിരിക്കും അവരെ കാണാനുണ്ടാവുക. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കേണ്ട വളരെ വലിയൊരു കാര്യമാണ്. അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ദുആ നമുക്കറിയാം. വസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖാഇക്. അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നെ കാണുമ്പോഴുള്ള ആസ്വാദനവും നിന്നെ കാണാനുള്ള അതിയായ ആഗ്രഹവും ഞാൻ ചോദിക്കുന്നു എന്ന് നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ദുആ ആണ്. അടുത്ത ഹദീസ്, വഅൻ ഉമ്മിൽ മുഅ്മിനീന സഫിയ്യത ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ഉമ്മുൽ മുഅ്മിനീൻ സഫിയ്യത ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. ഖാലത്ത്, അവർ പറഞ്ഞു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തകിഫൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമയത്ത് ഇഅ്തികാഫിലായിരുന്നു. റമളാനിലെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്? ഇഅ്തികാഫ് ഇരിക്കാറുണ്ട്. ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തിയതിനു ശേഷം ഒരു വർഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷം ഒഴിവായിട്ടുണ്ട്. അതിന് പകരം ശവ്വാലിൽ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. അതല്ലാതെ ഇഅ്തികാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. സാധിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മസ്ജിദിൽ താമസിച്ച് ദിക്റിലും ഖുർആൻ പാരായണത്തിലും ദുആകളിലുമായിട്ട് ആ 10 ദിവസം ചെലവഴിക്കുക എന്നുള്ളത്. അങ്ങനെ ഇഅ്തികാഫിലാണ്. فأتيته أزوره ليلا. സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി രാത്രിയിൽ വന്നു. നമുക്കറിയാം അന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ന് പറഞ്ഞാൽ വീടുകൾ എന്ന് പറഞ്ഞാൽ മസ്ജിദ് നബിയുടെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പൊ മസ്ജിദിലേക്ക് കുറച്ചു ദൂരമാണുള്ളൂ. അപ്പൊ അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി സഫിയ റളിയല്ലാഹു അൻഹ വന്നതാണ്. فحدثته ثم قمت لأنقلب فقام معي ليقلبني. അങ്ങനെ ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? എന്റെ ഒപ്പം പോന്നു. വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ആക്കാൻ വേണ്ടി എന്റെ ഒപ്പം വന്നു. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് നിൽക്കുന്ന അവസ്ഥയിൽ ഫമറ റജുലാനി മിനൽ അൻസാർ റളിയല്ലാഹു അൻഹുമാ.
അൻസാരികൾപ്പെട്ട രണ്ടാളുകൾ ആ വഴി കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഫിയ ബീവിയും അവിടെ നിൽക്കുമ്പോ അൻസാരികൾപ്പെട്ട രണ്ടാളുകൾ ആ വഴി കടന്നുപോയി. فلما رأيا النبي صلى الله عليه وسلم أسرعا നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ രണ്ടുപേര് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, ഒപ്പം ഒരു സ്ത്രീയെ അവർ കണ്ടു. അപ്പൊ അവരെന്ത് ചെയ്തു? വേഗം നടന്നുപോയി. നബിയെ കണ്ടപ്പോൾ വേഗം നടന്നുപോയി. അപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ റിസ്ലികുമാ, ഈ രണ്ടാളുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവര് വേഗം നടന്നു പോവാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നഹാ സഫിയ്യതു ബിൻതു ഹുയൈ, ഈ സ്ത്രീ എന്നുള്ളത് ആരാണ്? എന്റെ പത്നിയായിട്ടുള്ള സഫിയയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു. ഫഖാല, അപ്പൊ ഈ അൻസാരികളായ രണ്ട് സഹാബികൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒരു കാര്യം പിന്നെ അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ പറയുമ്പോൾ അറിയുന്നതാ, അള്ളാഹു എത്ര പരിശുദ്ധൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മജ്റ ദം, പിശാച് മനുഷ്യന്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തൂടെ എല്ലാം സഞ്ചരിക്കും. വഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശർറൻ ഔ ഖാല ശൈഅൻ, നിങ്ങളുടെ കൽബിൽ ആ പിശാച് എന്തെങ്കിലും വിട്ടുതരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇത് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു സംഭവമാണ്. ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു ഹദീസിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തോടുണ്ടായിരുന്ന പെരുമാറ്റവും സ്വഭാവവുമാണ്. കാരണം തന്റെ പത്നി തന്നെ കാണാൻ വന്നപ്പോൾ എഴുത്തികാഫിലാണ്. എഴുത്തികാഫിൽ എന്താണ്? കുടുംബത്തിലേക്ക് പോവുകയോ കുടുംബവുമായിട്ട് വീട്ടിലേക്ക് പോകുന്ന ബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷേ തന്നെ കാണാൻ വേണ്ടി വന്ന തന്റെ ഭാര്യ, ആ ഭാര്യയെ ഏറ്റവും നല്ല രീതിയിൽ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുപോയി ആക്കാൻ വേണ്ടി പോകാൻ തയ്യാറായി എന്നുള്ളത്. അപ്പൊ എഴുത്തികാഫിൽ ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാം. എഴുത്തികാഫ് എന്ന് പറഞ്ഞാൽ എന്താ? മസ്ജിദിൽ നിൽക്കലാണ്. അപ്പൊ ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാം എന്നുള്ളതിന് ഉലമാക്കൾ തെളിവ് പിടിക്കുന്ന ഒരു സംഭവം കൂടിയാണത്. അപ്പൊ തന്റെ പത്നിയെ രാത്രിയിൽ ഒറ്റക്ക് കൊണ്ടുപോയി ആക്കുന്നത്, ഒറ്റക്ക് പോകുന്നതിൽ അത് സുരക്ഷിതമാകില്ല എന്ന നിലയ്ക്കെല്ലാം അതിനൊരു സംരക്ഷണം എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പത്നിയോടൊപ്പം പോയി എന്നുള്ളത്, തന്റെ കുടുംബത്തിനോട് വളരെയധികം നല്ല രീതിയിൽ പെരുമാറിയെന്ന ഒരു ഭർത്താവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത്, ഒരു സ്ത്രീക്ക് അഥവാ തന്റെ ഭാര്യയ്ക്ക് പുരുഷനെ, തന്റെ ഭർത്താവിനെ, ഇഅ്തികാഫിലിരിക്കുന്ന ഭർത്താവിനെ സന്ദർശിക്കൽ അനുവദനീയമാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് ലഭിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭാര്യ സന്ദർശിക്കാൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോ ശരിക്ക് ഇഅ്തികാഫിന്റെ സന്ദർഭത്തിൽ എന്ത് പാടില്ല? ഭാര്യയുമായിട്ടുള്ള ആസ്വാദനങ്ങളോ അത് രീതിയിലുള്ള ബന്ധങ്ങളോ പാടില്ല. പക്ഷെ കാണുന്നത് വഴിയുള്ള ആസ്വാദനം ഉണ്ടെങ്കിൽ കൂടി തന്റെ ഭാര്യയ്ക്ക് ഭർത്താവിനെ, മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന ഭർത്താവിനെ സന്ദർശിക്കൽ അനുവദനീയമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് അനുവദനീയമാണെന്ന് ഈ സംഭവത്തിൽ നിന്ന് പഠിക്കാം. അതുപോലെ തന്നെ ഈ ഒന്നാമത് പറഞ്ഞതിൽ തന്നെ ബാക്കിയായിട്ടുള്ളത്, തന്റെ കുടുംബത്തെ, പ്രത്യേകിച്ച് തന്റെ പത്നി, തന്റെ മക്കൾ എന്നിവരെയെല്ലാം രാത്രിയിലും അതുപോലെ തന്നെ മറ്റുള്ള ചില യാത്രകളിലും അവർക്ക് സംരക്ഷണമായി ഒപ്പം ഉണ്ടാകണം എന്നുള്ള സന്ദർഭങ്ങളിൽ അവരെ സംരക്ഷിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? ഭർത്താവിന്റെ ബാധ്യതയാണ്. ഭാര്യയെ ഒരു സംരക്ഷണവുമില്ലാതെ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ആ രീതിയിലൊന്നും വിടാനോ പാടില്ല. എപ്പോഴാണോ അവർക്ക് സംരക്ഷണമായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഭർത്താവ് ആ രീതിയിൽ ഒപ്പം ഉണ്ടായിരിക്കണമെന്ന് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഫായദയാണ്, മറ്റൊരു മനുഷ്യന്റെ ഉള്ളിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ എന്തായി കൊടുക്കണം? വ്യക്തമായി കൊടുക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയോടൊപ്പം നിൽക്കുന്നത് കണ്ടു. സ്വഹാബികൾ ഒരിക്കലും എന്തുണ്ടാവില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശം ചിന്തിക്കില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വേഗത്തിൽ പോയപ്പോൾ അവരുടെ കൽബിൽ പിശാച് ഒരു തെറ്റായ ധാരണ ഇട്ടുകൊടുക്കരുത് എന്ന നിലക്ക്, അത് ഭയപ്പെടുന്നു എന്ന നിലക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയം എന്ത് ചെയ്തു? ഇതെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അത് തീർത്തു കൊടുത്തു. അപ്പോ നമ്മുടെ ഭാഗത്ത് ആരെങ്കിലും സംശയിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമാക്കി കൊടുക്കണം. ആ സംശയം അയാളുടെ ഉള്ളിൽ ഇട്ടുകൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വർദ്ധിച്ച് മറ്റു പല പ്രശ്നത്തിലേക്കും ഊഹത്തിലേക്കും മറ്റു പല കുഴപ്പങ്ങളിലേക്കും അത് എത്തിക്കും. അതുപോലെ തന്നെ അത്ഭുതമുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്,
എന്ന് പറയൽ ഈ ഒരു രീതിയാണ് അത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്റെ ഉമ്മത്തിനോടുണ്ടായിരുന്ന അനുകമ്പ എത്രത്തോളം വലുതാണെന്ന് നമുക്കിതിന് മനസ്സിലാക്കാം. കാരണം അവരുടെ ഖൽബിൽ ഒരു ഷർറ് കയറുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റായ ധാരണ വെച്ച് പുലർത്തി അതുവരെ ആരോടെങ്കിലും പറഞ്ഞു വരുത്തിയ ആർക്കാ ദോഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ? അല്ല, ഇവർക്കാണ്, ഈ രണ്ട് ആളുകൾക്കാണ്. അപ്പൊ തന്റെ ഉമ്മത്ത് ഒരു അപകടത്തിൽ പെടരുത്, ഒരു ഷെറിൽ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കി കൊടുത്തു. അത്രത്തോളം ഉമ്മത്തിനോട് ഷഫഖത്തുള്ള അനുകമ്പയുള്ള റസൂലാണ് എന്ന് കാണാൻ സാധിക്കും. ഈ പാഠങ്ങളെല്ലാം ഈ ഹദീസിന്റെ ഈ ഒരു സംഭവത്തിന്റെ ഭാഗമാണ്. അടുത്ത ഹദീസ് ഒരു ചരിത്രം വിശദീകരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ അബിൽ ഫദ്ൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഷഹിദ്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഹുനൈൻ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹുനൈൻ യുദ്ധത്തിലുണ്ടായിരുന്നു. ഹുനൈൻ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മക്കം ഫത്ഹ് കഴിഞ്ഞു. മക്കം ഫത്ഹ് കഴിഞ്ഞപ്പോൾ ഏകദേശം 12,000-ഓളം മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന് മക്കത്ത്. ഏകദേശം 12,000-ഓളം മുസ്ലിമീങ്ങളുണ്ട് മക്കത്ത്. ആ മക്കത്ത് ഇസ്ലാമിലേക്ക് വരാൻ എതിർത്ത് നിന്നിരുന്ന സഖീഫ് ഗോത്രം, തായിഫ് ഭാഗത്തുള്ള സഖീഫ് ഗോത്രം ഇവർക്കെതിരായി, ഇസ്ലാമിനെതിരായിട്ട് നിന്നു. അവർ മൊത്തം 2,000-ഓളം ആളുകൾ മാത്രമേ ഉള്ളൂ, വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അപ്പൊ മുസ്ലിമീങ്ങളായിട്ടുള്ള 12,000 ആളുകൾ സഖീഫ് ഗോത്രത്തിലെ ആളുകളുമായിട്ട്, കുറഞ്ഞ എണ്ണത്തിലെ ആളുകളുമായിട്ട് യുദ്ധത്തിന് പോവുകയാണ്. അതാണ് ഹുനൈൻ യുദ്ധം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മുമ്പുണ്ടായ യുദ്ധങ്ങളൊക്കെ എങ്ങനെയാണ്? ബദറിൽ തങ്ങളെക്കാൾ, മുസ്ലിങ്ങളെക്കാൾ 3 ഇരട്ടി കൂടുതൽ ആരുണ്ട്? മുശ്രിക്കീങ്ങളുണ്ട്. അങ്ങനെയുള്ള യുദ്ധങ്ങളിലും അതിനുശേഷമുള്ള ധാരാളം യുദ്ധങ്ങളിൽ മുസ്ലിമീങ്ങൾ ഭയങ്കരമായി വിജയിച്ചിട്ടുണ്ട്, അത്ഭുതകരമായി വിജയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ സഹായിച്ചിട്ടുണ്ട്, മലക്കുകളെ ഇറക്കിയിട്ട് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഹുനൈൻ എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് എന്തുണ്ടായി? സ്വല്പം ഉജുബുണ്ടായി. അതായത് 300 ആള് ആയിരക്കണക്കിന് ആളുകളെ വധിച്ചിട്ടുള്ള ചരിത്രമുള്ള ഒരു സംഘം 12,000 ആളുകളായിട്ട് പോവാണ്. അപ്പുറത്ത് 2,000 ആളുകളേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ഉണ്ടാവും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം സൂറത്ത് തൗബയിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, ലഖദ് നസറകുമുല്ലാഹു ഫീ മവാതിന കസീറത്തിൻ. ഒരുപാട് ധാരാളം സന്ദർഭങ്ങളിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വയൗമ ഹുനൈനിൻ, ഹുനൈൻ യുദ്ധത്തിലും, ഇത് അഅജബത്കും കസ്റതുകും, നിങ്ങൾ അധികരിച്ചു, നിങ്ങൾ ധാരാളം ആളുകളുണ്ട് എന്നുള്ളത് നിങ്ങളെ അത്ഭുതപ്പെടുത്തി. നമ്മൾ കുറെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള നിലയ്ക്ക് അവർക്ക് തോന്നി, മുസ്ലിമീങ്ങൾക്ക് തോന്നി. ഫലം തുഗ്നി അൻകും ഷൈഅ, നിങ്ങൾക്കൊന്നും ഉപകാരപ്പെട്ടില്ല. വദാഖത് അലൈകുമുൽ അർളു ബിമാ റഹബത് തുമ്മ വല്ലൈതും മുദ്ബിരീൻ, നിങ്ങൾക്ക് ഭൂമി ഇടുങ്ങിയതായി തിരിഞ്ഞു, നിങ്ങൾ പിന്നിട്ടോടുന്ന അവസ്ഥയുണ്ടായി. അതാണ് ഹുനൈൻ യുദ്ധത്തിന്റെ ഒരു ആദ്യ ഭാഗം. അതാണ് പറയുന്നത്. അപ്പൊ യൗമ ഹുനൈനിൽ അബുൽ ഫദ്ൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുണ്ട്. അപ്പൊ ആ സംഭവം പറയാണ്, ഫലസിംതു അന വ അബൂ സുഫിയാൻ ഇബ്നു അൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും അബൂ സുഫിയാനും, അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ മക്കം ഫത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാം സ്വീകരിക്കുന്നത്. ഞാനും അബൂ സുഫിയാനും ആ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം നിന്നു. ഫലം നുഫാരിഖു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടിട്ട് പോയിട്ടില്ല, ഒപ്പം നിന്നു. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബഗ്ലത്തിൻ ലഹു ബൈളാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വെള്ള കോവർ കഴുത ഉണ്ടായിരുന്നു. കോവർ കഴുത എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് കഴുതയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കഴുതയ്ക്ക് കുതിരയിൽ ഉണ്ടാവുന്ന കുട്ടിക്കാണ് കോവർ കഴുത എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വെള്ള കോവർ കഴുതയുണ്ട്. അതിന് മുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നത്. ഫലമൽതഖൽ മുസ്ലിമൂന വൽ മുശ്രികൂൻ, അങ്ങനെ മുസ്ലിമീങ്ങളും ഈ സഖീഫ് ഗോത്രത്തിലെ മുശ്രിക്കീങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വല്ലൽ മുസ്ലിമൂന മുദ്ബിരീൻ, അവരെന്താണ്ടായി വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ ആ മുശ്രിക്കീങ്ങൾ പാറക്കെട്ടുകളുടെ പിന്നിൽ ഒളിച്ചു നിന്നിരുന്നു. അവർ പെട്ടെന്ന് ആക്രമിച്ചു. ഒന്നാമത് കാരണം അല്ലാഹു തആല അറിയിച്ചു, മുസ്ലിമുകൾക്ക് ഉജുബുണ്ടായതുകൊണ്ടാണ്. പക്ഷെ പെട്ടെന്നുണ്ടായ അക്രമത്തിൽ മുസ്ലിമുകൾ എന്ത് ചെയ്തു? ആകെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയുണ്ടായി. അപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, മുസ്ലിമുകൾ പിന്തിരിഞ്ഞോടി. فطفق رسول الله صلى الله عليه وسلم يركض بغلته قبل الكفار. മുസ്ലിമീങ്ങൾ തിരിഞ്ഞോടുന്നു കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കോവർ കഴുതയെ കുഫാറുകൾക്ക് നേരെ, അവരുടെ ഭാഗത്തേക്ക് മുന്നിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മേലെ കയറി അതിനോട് മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. وانا اخذ بلجام بغلة رسول الله صلى الله عليه وسلم,
അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, ഞാനാണെങ്കിൽ ഈ കോവർ കഴുതയുടെ മൂക്കുകയറ് അതിന് പിടിച്ചോണ്ടിരിക്കുകയാണ്. അകുഫുഹ ഇറാദത്ത് അല്ലാ തുസ്രിഅ, ഞാനെന്താ ഇത് മുന്നിട്ടിട്ട് അങ്ങോട്ട് പോവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ധീരനായിരുന്നു. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിട്ട് നിൽക്കുമായിരുന്നു. ബാക്കിയുള്ളവർ ഭയപ്പെട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിട്ട് നിൽക്കാൻ തയ്യാറുള്ള വളരെയധികം ശുജാഅത്തുള്ള ധീരതയുള്ള വ്യക്തിയായിരുന്നു. അപ്പോ എല്ലാവരും ഓടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുക. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതെങ്ങാനും മുന്നോട്ട് പോകുമെന്ന് പേടിച്ചിട്ട് ഇതിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂ സുഫിയാൻ ആഖിദുൻ ബിരികാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ സുഫിയാൻ ഈ കഴുതപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോവർ കഴുതയുടെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരിപ്പിടവും അതുപോലെ തന്നെ യാത്രയുള്ള മറ്റു സാധനങ്ങളും അതും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മുന്നിട്ട് പോകുമ്പോ പ്രശ്നം വരുന്ന നിലയ്ക്ക്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐ അബ്ബാസ് നാദി അസ്ഹാബസ് സമുറ, അബ്ബാസെ അസ്ഹാബു സമുറയെ വിളിക്ക്, അസ്ഹാബു സമറയെ വിളിക്കാമെന്ന് പറഞ്ഞു. അസ്ഹാബു സമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈഅത്തുർ റിദ്വാൻ കേട്ടിട്ടുണ്ടാവും. ഹുദൈബിയ സന്ധി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഹുദൈബിയയിൽ വെച്ച് മുശ്രിക്കുകൾ എന്ത് ചെയ്തു? തടഞ്ഞു. ഉംറക്ക് ഇപ്പൊ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ പോയി സംസാരിക്കാൻ നിലക്ക് പോയപ്പോ ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചു എന്നൊരു കിംവദന്തി പരന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വൃക്ഷത്തിന് ചോട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ബൈഅത്ത് ചെയ്തു. ആ വൃക്ഷത്തിന്റെ പേരാണ് സമുറ എന്നുള്ളത്. അപ്പൊ അസ്ഹാബു സമുറ എന്ന് പറഞ്ഞാൽ അന്ന് ബൈഅത്ത് ചെയ്തു, അഥവാ അതിന് പകരം ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ ജീവൻ നൽകും എന്നുള്ള നിലക്ക് ബൈഅത്ത് ചെയ്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞുകൊണ്ട്, ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, അവരത്രയും ശ്രേഷ്ഠതയോടുകൂടി ചെയ്ത കാര്യമാണ്. അപ്പൊ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ വിളിക്കാൻ പറഞ്ഞു, ആ പേരിൽ തന്നെ വിളിക്കാൻ പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വകാന റജുലൻ സയ്യിതൻ, അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാണ്? നല്ല ശബ്ദമുള്ള ആളായിരുന്നു. ഫഖുൽതു ബിഅലാ സൗതി, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ നല്ല ശബ്ദത്തിൽ ഞാൻ വിളിച്ചു, ഐന അസ്ഹാബുസ് സമറ ഫവല്ലാഹി ലകഅന്ന അത്ഫതഹും ഹീന സമിഉ സൗതി അത്ഫതൽ ബഖർ അലാ ഔലാദിഹാ. അങ്ങനെ ഉറക്കെ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതായത് ആ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. മുശ്രിക്കുകൾ മുസ്ലിം യുദ്ധത്തിന് പോവാണ്, മുസ്ലിമുകൾ ആ സമയത്ത് പിന്തിരിഞ്ഞോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിടാൻ പോകുമ്പോ ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനെ കോവർക്കതിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി അസ്ഹാബുസ് സമറ ആ കാര്യം ഓർമ്മിപ്പിച്ച് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിക്കുകയാണ്. ആ വിളി കേട്ടപ്പോ അന്ന് അവിടെ ബൈഅത്ത് ചെയ്ത സഹാബികൾ പശു അതിന്റെ കുട്ടികളുടെ അടുക്കിലേക്ക്, പശു അതിന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയതിന് വേഗം ഓടി വരും. അത് ഓടി വരുന്നത് പോലെ വേഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക്, അഥവാ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളി കേട്ടിട്ട് അടുക്കിലേക്ക് വന്നു. യാ ലബ്ബൈക് യാ ലബ്ബൈക് എന്ന് വിളിച്ചിട്ട്, ഞങ്ങൾ എത്തി എന്ന് പറഞ്ഞിട്ട്. ഫഖ്തതുലൂഹും വൽ കുഫാർ വദഅവതു ഫിൽ അൻസാരി യഖൂൽ, അങ്ങനെ അവര് കുഫാറുകളുമായിട്ട് യുദ്ധം ചെയ്തു. അങ്ങനെ അൻസാരികളായ ആളുകളെ വിളിക്കാൻ യാ മഅശറൽ അൻസാർ യാ മഅശറൽ അൻസാർ എന്ന് പ്രത്യേകം അൻസാരികളെ വിളിച്ചു. ثم قصرت الدعوة على بني الحارث بن الخزرج, അങ്ങനെ ഖസ്റജ് ഗോത്രവും എല്ലാ ഗോത്രത്തെയും അവരെല്ലാരും വിളിച്ചു. فنظر رسول الله صلى الله عليه وسلم وهو على بغلته كالمتطاول عليها الى قتالهم, അങ്ങനെ യുദ്ധം വീണ്ടും ശക്തിപ്പെട്ടു. മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും യുദ്ധം ശക്തിപ്പെട്ടു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോവർ കഴുതിന് മുകളിൽ നിന്ന് നോക്കുകയാണ്. فقال, അപ്പൊ പറഞ്ഞു, هذا حين حمي الوطيس, ഇതൊരു പദപ്രയോഗമാണ്. പദത്തിന്റെ അർത്ഥം അടുപ്പ് ചൂടാകുന്നത് ഇപ്പോഴാണ് എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിന്റെ ആശയം എന്താണ്? യുദ്ധം മൂർച്ഛിക്കുന്നത് ഇപ്പോഴാണ് യുദ്ധം മൂർച്ഛിച്ചിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു. ثم أخذ رسول الله صلى الله عليه وسلم حصيات فرمى بهن وجوه الكفار, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ശരൽക്കല്ലുകൾ എടുത്തിട്ട് കുഫാറുകളുടെ മുഖത്തിന് നേരെ അത് എറിഞ്ഞു. ثم قال, എന്നിട്ട് പറഞ്ഞു, ഇൻഹസമു വറബ്ബി മുഹമ്മദ്, മുഹമ്മദിന്റെ റബ്ബാനെ നിങ്ങൾ നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതെറിഞ്ഞു. فذهبت انظر فاذا القتال على هيئته فيما ارى, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നോക്കുമ്പോ യുദ്ധം മുസ്ലിമീങ്ങൾ വിജയിക്കുന്ന അവസ്ഥയിൽ, കൊടുമ്പിരി കൊണ്ട അവസ്ഥയിലാണ്. فوالله ما هو الا ان رماهم بحصيات فما زلت ارى حدهم قليلا وامرهم مدبرا, അവര് തോറ്റ് പിന്തിരിഞ്ഞ് ഓടുന്ന അവസ്ഥയിൽ, ഇത് എറിഞ്ഞതിന് ശേഷം ആ യുദ്ധം മൂർച്ഛിച്ച് മുസ്ലിമീങ്ങൾ വിജയിച്ച് മുശ്രിക്കീങ്ങൾ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയിൽ അത് അവസാനിച്ച് അവർ പേടിച്ചോടി മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി എന്ന് കാണാൻ സാധിക്കും. ഇതൊരു സംഭവം അറിയിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ സഹോദരങ്ങളെ, ഹുനൈൻ യുദ്ധം പറയുമ്പോ ഒരിക്കലും നമ്മൾക്ക് വിട്ടുപോകാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തത്തിൽ അത്ഭുതം കൂറരുത് എന്നുള്ളത്.
നമ്മുടെ ആൾപ്പെരുപ്പമോ നമ്മുടെ സമ്പത്തിന്റെ ആധിക്യമോ നമ്മുടെ ശക്തിയോ നമ്മുടെ ആയുധങ്ങളോ ഇതൊന്നുമല്ല മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകിയിട്ടുള്ളത്. മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകിയിട്ടുള്ളത് നമുക്ക് കുറെ ആളുകളുണ്ട്, നമുക്ക് കുറെ ആയുധമുണ്ട്, നമുക്ക് കുറെ കെട്ടിടങ്ങളുണ്ട്, നമുക്ക് കുറെ സമ്പത്തുണ്ട്, നമുക്ക് കുറെ സ്വത്തുണ്ട്, നമുക്ക് കുറെ സന്താനങ്ങളുണ്ട്. ഇതൊന്നുമല്ല അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള കാരണം. അതിന് ഏറ്റവും ഉദാഹരണമാണ് ബദറും ഹുനൈനും. ബദറിലേക്ക് പോകുമ്പോ അത്രയും കഷ്ടപ്പെട്ട അവസ്ഥയിൽ പോയി. എണ്ണത്തിൽ അവർ കൂടുതൽ, ആയുധത്തിൽ അവർ കൂടുതൽ, വാഹനത്തിൽ ശത്രുക്കൾ കൂടുതൽ, എല്ലാത്തിലും ശത്രുക്കൾ കൂടുതൽ. മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? അവർക്ക് ആശ്രയിക്കാൻ എന്താ ഉള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. അള്ളാഹു തആല അവർ അള്ളാഹുവിനെ ആശ്രയിച്ചതുകൊണ്ട്, അള്ളാഹുവിൽ ബരമേൽപ്പിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം അവർക്ക് നൽകി. ഇവിടെ തങ്ങളെക്കാൾ 6 ഇരട്ടി, 6-1 ശത്രുക്കളുള്ളൂ. ഹുനൈൻ യുദ്ധ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളെക്കാൾ 6-1 ആരുള്ളൂ? ശത്രുക്കളുള്ളൂ. ബദറിലെ ചരിത്രം വെച്ചിട്ട് ഇതെന്താണ്? നിസ്സാരമാണ്. അങ്ങനെ അവർ കരുതി. മുസ്ലിമീങ്ങൾ, പുതുമുസ്ലിമീങ്ങൾ ഉണ്ട് ധാരാളം. അവർ വിചാരിച്ചു നമ്മൾ ഇത്ര ആളുകളുണ്ട്, നമ്മളെ തോൽപ്പിക്കാൻ എന്തായാലും അവരെ കൊണ്ട് സാധിക്കില്ല, അവരെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞു നോക്കൂ, ഇത് അഅജബത്കും കസ്റതുകും, നിങ്ങളുടെ ആധിക്യം നിങ്ങൾ എന്തുണ്ടാക്കി? ഉജ്ബുണ്ടാക്കി. അത് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. ചിന്ന ഭിന്നമായി ഓടുന്ന അവസ്ഥയിൽ ആ യുദ്ധത്തിന്റെ ആരംഭത്തിൽ കാര്യങ്ങൾ വന്നു ചേർന്നു. ഇത് എല്ലാ കാലത്തും മുസ്ലിമുകൾക്കുള്ള പാഠമാണ്. എല്ലാ കാലത്തും മുസ്ലിമുകൾക്കുള്ള പാഠമാണ്. മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന, ഇന്ന് കാലത്ത് അനുഭവിക്കുന്ന ഏതൊരു ബുദ്ധിമുട്ടിനും ചില ആളുകൾ, അറിവില്ലാത്ത ആളുകൾ പറഞ്ഞേക്കാം, മുസ്ലിങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് അവര് പിന്നെ ഷിർക്ക് ചെയ്യുന്നവനാണെങ്കിലും ഖബറിനെ ആരാധിക്കുന്നവനാണെങ്കിലും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ കളവാക്കുന്നവനാണെങ്കിലും സൂഫിയാണെങ്കിലും ത്വരീഖത്താണെങ്കിലും ഏത് വകുപ്പാണെങ്കിലും മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്നാലേ മുസ്ലിങ്ങളുടെ പ്രശ്നം തീരുള്ളൂ, നമ്മൾ സംഘബലം കാണിക്കണം, നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരുമിച്ചിരിക്കണം, എന്നാലേ വിജയിക്കുള്ളൂ എന്നുള്ളത് അത് ഏറ്റവും തെറ്റായ ധാരണയാണ്. അങ്ങനെ ആളുകളുടെ ബലത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പെരുപ്പം കാണിച്ചിട്ടോ മുസ്ലിമീങ്ങൾ ജയിച്ചിട്ടില്ല. ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല വിജയം വെച്ചിട്ടുള്ളത്. എന്നാൽ ഒരുങ്ങണം. ഈമാനുള്ള ആളുകൾ ആവശ്യമായിട്ടുള്ള അസ്ബാബുകൾ എടുത്തുകൊണ്ട് ഒരുങ്ങണം. പക്ഷേ അടിസ്ഥാനം ഈമാനാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് മുസ്ലിമീങ്ങൾക്ക് വിജയം ലഭിക്കുകയുള്ളൂ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഹുനൈൻ യുദ്ധം എന്നുള്ളത്, ഈ സംഭവം എന്നുള്ളത്. അതിൽ നടന്ന ഒരു ചെറിയ ഭാഗമാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സീറയിലെല്ലാം ഈ യുദ്ധത്തിന്റെ മറ്റു പല കാര്യങ്ങളും, അത് വിജയിച്ചതും അതിന്റെ ഗനീമത്ത് സ്വത്ത് വീതിക്കുമ്പോഴും അതിന്റെ ശേഷമുണ്ടായ കുറെ സംഭവങ്ങളെല്ലാം സീറയിൽ മറ്റും നമ്മൾ പഠിക്കും, നമ്മൾ കേൾക്കും. അത് വളരെ ഉപകാരപ്രദമായ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. അടുത്ത ഹദീസ്, وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, എ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബാൻ. അല്ലാഹു തആല ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായത്, ഏറ്റവും പരിശുദ്ധമായത് എന്നർത്ഥം. അള്ളാഹുവിന്റെ നാമത്തിൽ ഒരു നാമമാണ് ത്വയ്യിബ് എന്നുള്ളത്. ഒരു ന്യൂനതകളുമില്ലാത്ത, ഒരു കളങ്കവുമില്ലാത്ത, പൂർണ്ണമായ പരിശുദ്ധി പ്രാപിച്ചവൻ എന്നുള്ള അർത്ഥം. അള്ളാഹു ത്വയ്യിബാണ്. ത്വയ്യിബല്ലാത്ത ഒന്നും അള്ളാഹു സ്വീകരിക്കുകയുമില്ല. വഇന്ന അല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, മുർസലീങ്ങളോട്, റസൂലുകളോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചിട്ടുണ്ട്. ഫഖാല തആല, അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹർ റുസുൽ, സൂറത്തുൽ മുഅ്മിനൂനിലെ 51-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹർ റുസുൽ, റസൂലുകളെ, പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാതി വഅമലു സാലിഹാ, ത്വയ്യിബായത് നിങ്ങൾ ഭക്ഷിക്കുക, സാലിഹായ കർമ്മങ്ങൾ ചെയ്യുക. വഖാല തആല, അതുപോലെ സൂറത്തുൽ ബഖറയിലെ 182-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, എ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹു നൽകിയതിൽ ത്വയ്യിബായതിനെ ഭക്ഷിക്കുക. ثم ذكر الرجل يطيل السفر أشعث أغبر, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞു, കുറേ ദൂരം യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആ യാത്രയുടെ അടയാളമായിട്ട് അശ്അഥ അഗ്ബറ, അയാളുടെ കാലിലും പൊടി പുരണ്ടിട്ടുണ്ട്, ശരീരം മൊത്തം പൊടി പുരണ്ടിട്ടുണ്ട്, മുടിക്ക് ജട പിടിച്ചിട്ടുണ്ട്, കാറ്റും പൊടിയെല്ലാം അടിച്ചിട്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, ആ പ്രാർത്ഥന സ്വീകരിക്കാവുന്ന ഒരു അവസ്ഥയാണ്. യാത്രയിലാണ്, ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. അവൻ ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് യാ റബ്ബി യാ റബ്ബി, എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. വമത്അമുഹു ഹറാം, അവൻ തിന്ന ഭക്ഷണം എന്താണ്? ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവന്റെ പാനീയം എന്താണ്? ഹറാമാണ്.
വഗുദ്ദിയ ബിൽ ഹറാം, അവന്റെ ശരീരം പോഷിപ്പിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം ഹറാം കൊണ്ടാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, ഇങ്ങനെയുള്ള ഒരുത്തന് എവിടുന്നാണ് ഉത്തരം ചെയ്യപ്പെടുക? എവിടുന്നാണ് ഉത്തരം ചെയ്യപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്നാമത്തെ ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളും നമ്മുടെ മക്കൾക്കുണ്ടാവേണ്ട പഠിപ്പിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പകർത്തേണ്ട കാര്യം, ഹലാലായത് മാത്രമേ നമ്മൾ ഭക്ഷിക്കാൻ പാടുള്ളൂ. ഹലാലായത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വസ്ത്രമാവട്ടെ, നമ്മുടെ ഭക്ഷണമാവട്ടെ, നമ്മുടെ പാനീയമാവട്ടെ, വസ്തുക്കൾ ഹലാലായിരിക്കണം. ഹലാലല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് സാധിക്കില്ല? നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാനോ സാധിക്കുകയില്ല. ബിദായ വൻ നിഹായ എന്നൊരു കിതാബുണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്. അതായത് ആദം നബി അലൈഹി ഇസ്ലാം മുതൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം വരെയുള്ള ഇസ്ലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ബൃഹത്തായ ഒരു കിതാബാണ്. അതിൽ നബിമാരുടെ ചരിത്രം മാത്രമായിട്ട് വേറെ എടുത്തൊരു കിതാബുണ്ട്, ഖസസുൽ അംബിയ എന്ന് പറഞ്ഞിട്ട്, കൂടുതൽ എഴുതിയിട്ടും നബിമാരുടെ ചരിത്രം പ്രത്യേകം എഴുതിയിട്ട്. അതിന്റെ എല്ലാം ആരംഭത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹലാലായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം. ഒരു വിഷയത്തിന്റെ ചർച്ചയിൽ പറയുന്ന കാര്യമാണ് ഹലാലായ ഭക്ഷണത്തിന്റെ. കാരണം ഹലാലായ ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ ഒരാളുടെ ബുദ്ധി കേടുന്നു. അതായത് ഭക്ഷണം എന്നുള്ളത് നമുക്ക് അറിയാം, അടിസ്ഥാനപരമായിട്ട് ഹലാലും ഹറാമുണ്ട്. പോലെ പന്നി ഇറച്ചി അല്ലെങ്കിൽ നായ അല്ലെങ്കിൽ ആ രീതിയിൽ ഹറാമായ ഭക്ഷണമുണ്ട്, ഹലാലായ ഭക്ഷണങ്ങളുണ്ട്. എന്നാൽ പിന്നെ സമ്പാദിക്കുന്ന രീതിയിൽ ഹലാലും ഹറാമുണ്ട്. ഇപ്പൊ ഒരാള് പലിശ പണം കൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഹലാലായിട്ടുള്ള നല്ലൊരു ആപ്പിൾ വാങ്ങിയിട്ട്, അയാൾ പലിശയുടെ പണമാണ്, എന്നിട്ട് അയാൾ നല്ലൊരു ആപ്പിൾ വാങ്ങി. ആപ്പിൾ അടിസ്ഥാനം എന്താണ്? ഹലാലാണ്. പക്ഷെ ഇയാൾ വാങ്ങിയാലോ ഇയാൾക്ക് എന്തായി? ഹറാമാണ്. കാരണം ഇയാൾ വാങ്ങിയ പണം എന്താണ്? ഹറാമായ പണമാണ്. ആ രീതിയിൽ ഹറാമാവുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഹറാമായിട്ടുള്ള ഭക്ഷണമോ പാനീയങ്ങളോ വസ്ത്രമോ വീടോ സമ്പത്തോ അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ മാത്രമല്ല, അതിന്റെ അനന്തരഫലമായിട്ടാണ് മക്കളിൽ വരെ അതിന്റെ കുഴപ്പങ്ങൾ കാണാൻ സാധിക്കും. അതിന്റെ മക്കൾ വരെ, നമ്മുടെ മക്കൾക്ക് വരെ മനസ്സിലാകാൻ പോകാത്ത വേറൊരാളുടെ സ്വത്ത് നമ്മൾ അതിക്രമിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ എങ്ങനെ തൗബ ചെയ്യാൻ പറ്റുമോ, അതിന്റെ എത്ര രീതിയിൽ അത് പരിഹരിക്കാൻ പറ്റുമോ അത് നമ്മൾ പരിശ്രമിക്കണം. കാരണം നമ്മുടെ സന്താനങ്ങളിലും അവരുടെ സന്താനങ്ങളിലും വരെ അതിന്റെ അനന്തരഫലങ്ങൾ കാണാൻ സാധിക്കും. അവർ ദീനം ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാതെ പഴച്ചു പോകുന്ന നമ്മുടെ കൺമുന്നിൽ കാണേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഹക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥ, അങ്ങനെ പല കാര്യങ്ങൾ കാണും. അവിടെ പറയുന്നത് റസൂലുകളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, എന്ത് ചെയ്യും? നിങ്ങൾ ഹലാലും തൊയ്യിബായത് ഭക്ഷിക്കണം. തൊയ്യിബ് എന്ന് പറഞ്ഞാൽ ഹലാൽ എന്നുള്ള അർത്ഥമുണ്ട്, അതിലും ഹലാലായതിൽ തന്നെയും മ്ലേച്ഛമായത് അല്ലാത്ത വിശിഷ്ടമായത്. അള്ളാഹു തആല എന്തെല്ലാം ഹലാലാക്കിയിട്ടോ അതൊക്കെ തൊയ്യിബായിരിക്കും. രണ്ടും ഒരേ അർത്ഥത്തിലാണ് പറയുന്നത്. ഹലാലായത് കഴിക്കണം എന്നുള്ളത് അത് തന്നെ മുഅ്മിനീങ്ങളോടും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ട് നിങ്ങൾ ഹലാലായത് കഴിക്കണം. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നമ്മുടെ വരുമാനം നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം. കച്ചവടക്കാരാവട്ടെ, ജോലിക്കാരാവട്ടെ, എന്ത് കാര്യങ്ങളാവട്ടെ, ഹലാലും ഹറാമും വ്യക്തമാണ്. അതിന്റെ ഇടയിൽ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ വരുമാനത്തേക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കണം. കാരണം അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഹറാമ് പോയിട്ട് ചാടാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെയാണ്. നമ്മുടെ മനസ്സിൽ അതെങ്ങനെ മനസ്സിലാക്കുക? അതാണ് അവസാനം കൽബിന്റെ കാര്യം പറഞ്ഞ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞ എന്താ? കൽബിൽ ചൊറിച്ചിലുണ്ടാവും. ഹറാമായ മുസ്തബിഹാത്തായ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരാൾ കച്ചവടം ചെയ്യാണ്, അപ്പൊ അയാൾക്ക് ഒരു സാധനം ഇത് ഹലാലാണോ ഹറാമാണോ സംശയം, പക്ഷെ അയാൾക്ക് ആ വലിയൊരു ലാഭം കിട്ടുന്നതാണ്. പക്ഷെ അയാളുടെ കൽബിൽ ഇത് ചിലപ്പോ ഇതാവും, ഒരു ചൊറിച്ചിലുണ്ടായിട്ട് ഏതെങ്കിലും തരത്തിൽ അത് നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ പിന്നെ ഹറാമിലാണ് പോയി ചാടുക. അപ്പോ നമ്മുടെ വരുമാനത്തിൽ സംശയമുള്ള ഒരു വസ്തു പോലും കലരരുത്. അത്രയും ഹലാലി നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന്റെ ബറക്കത്ത് ഒന്ന് വേറെ തന്നെയായിരിക്കും. അതല്ലെങ്കിൽ പല ആളുകൾക്കും അവരുടെ ജീവിതത്തിലും അവരുടെ സന്താനങ്ങളിലും എല്ലാം അതിന്റെ അനന്തരഫലങ്ങൾ നമുക്ക് കാണേണ്ടി വരും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുകളോട് കൽപ്പിച്ചു, കുലൂ മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹ, ത്വയ്യിബായത് നിങ്ങൾ ഭക്ഷിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഈ ആയത്തിനെയും അതുപോലെ തന്നെ ഫജ്ർ നിസ്കാര ശേഷം പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇൽമൻ നാഫിഅ, റിസ്ഖൻ ത്വയ്യിബ, അമലൻ മുതഖബ്ബല, ഈ ഹദീസിനെ എല്ലാം വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇതിലെന്താ പറഞ്ഞത്? ത്വയ്യിബായത് ഭക്ഷിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. ഫജ്റിന് ശേഷമുള്ള ദുആ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? ഇൽമൻ നാഫിഅ. ഇൽമൻ നാഫിഅ എന്തിനാണ്? ഹലാലും ഹറാമും വേർതിരിച്ചറിയാനാണ്. രണ്ടാമത് പറഞ്ഞ എന്താണ്? റിസ്ഖൻ ത്വയ്യിബ, അതായത് ഇൽമുണ്ടെങ്കിൽ എന്ത് മനസ്സിലാവുള്ളൂ? ഹലാലായത് ഏതാണ് ഹറാമായത് ഏതാ മനസ്സിലാവുള്ളൂ. അതിന് റിസ്ഖൻ ത്വയ്യിബ് കിട്ടിയാൽ എന്തുണ്ടാവുള്ളൂ? അമലൻ സ്വാലിഹ, സ്വാലിഹായ കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ത്വയ്യിബായ
ഭക്ഷണം കഴിക്കുന്ന ത്വയ്യിബായത് ഹലാലായത് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് എന്ത് സാധിക്കുകയുള്ളൂ? സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അവന്റെ ബുദ്ധി ഹക്ക് മനസ്സിലാക്കാനുള്ള അവസ്ഥയിൽ ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറയാണ്. ഹറാമ് കഴിച്ചാൽ, ഹറാമ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ അവസ്ഥ. ഇത് ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സലഫുകൾ വളരെയധികം ഉപദേശിക്കാറുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഭക്ഷണം ഹലാലാക്കണം എന്നുള്ളത്. നിങ്ങൾ അത് മാത്രം, നിങ്ങളുടെ വരുമാനം അത് ഹലാലാണോ, നിങ്ങളുടെ ബാക്കിയുള്ളത് എളുപ്പമാകുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ച ധാരാളം അസറുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പ്രത്യേകം ഒരു സലഫുകളായ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ ജോലിക്ക് പോകുമ്പോൾ പറയും, നരകത്തിന്റെ തീ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും. ഞങ്ങൾക്ക് പട്ടിണി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും, നരകത്തിന്റെ തീ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹലാലായത് മാത്രം കൊണ്ടുവരണേ. ഒരു ഭർത്താവ് ജോലിക്ക് പോകുമ്പോ വീട്ടിലെ ഭാര്യ പറയാണ്, നിങ്ങൾ പോയിട്ട് വരുമ്പോ ഹലാലായത് മാത്രം കൊണ്ടുവരണേ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. പട്ടിണി വേണമെങ്കിൽ ഞങ്ങൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഹറാമ് കൊണ്ടുവരണേ, ഞങ്ങൾ പട്ടിണി ഞങ്ങൾ സഹിച്ചോളാം, നരകം സഹിക്കാൻ പറ്റൂല. ഇന്ന് കാലത്ത് സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ഭർത്താവിനെ കൊണ്ട് നിർബന്ധിച്ച് എന്തെങ്കിലും ഹറാമായത് വേണമെങ്കിലും വേണ്ടില്ല, വരുമാനം ഉണ്ടായാൽ മതി, പണം ഉണ്ടായാൽ മതി എന്ന നിലക്ക് മാത്രം ചിന്തിക്കുന്ന ആളുകളായിട്ട് നമ്മുടെ സ്ത്രീകൾ എല്ലാവരെയും അല്ല മാറിയിട്ടുണ്ട്. പുരുഷന്മാർ ഈ വിഷയത്തിൽ ശ്രദ്ധയില്ലാത്തവരായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വരുമാനം അത് ഹലാലാണോ എന്ന് സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ പോലും, ദീനിന് പരിഗണന കൊടുക്കുന്ന ആളുകളിൽ പോലും, 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളിൽ പോലും അവർ ഈ വിഷയത്തിൽ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരവസ്ഥ പല വിഷയങ്ങൾ നമ്മൾ ധാരാളം കേൾക്കുമ്പോൾ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ വരുമാനം വീണ്ടും നമ്മൾ സൂക്ഷിക്കുക. ഹറാം എന്ന് പറഞ്ഞല്ലോ, കള്ളു വിറ്റതോ പലിശയോ മാത്രമല്ല, വേറെ ആളുടെ സമ്പത്ത് അന്യായമായിട്ട് എടുത്തത് അല്ലെങ്കിൽ ആ രീതിയിൽ പെടുന്നതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ടൊരു ഉദാഹരണം പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ദക്കറ റജുൽ യുതീലു സഫറ അശ്ഹാസ അഖ്ബറ, ദൂരയാത്ര ചെയ്ത് ജട പിടിച്ച ഒരു മുടിയും പൊടി പിടിച്ച വസ്ത്രമായിട്ട് ഒരാള് ആകാശത്തേക്ക് കൈ നീട്ടിക്കൊണ്ട് വിളിക്കുകയാണ്, യാ റബ്ബി യാ റബ്ബി. അള്ളാഹു തആല ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥയിൽ അയാൾ ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവന്റെ ഭക്ഷണം ഹറാമാണ്, വസ്ത്രം ഹറാമാണ്, അവൻ കുടിച്ചത് ഹറാമാണ്, അവൻ ശരീരം ഉണ്ടാക്കിയതൊക്കെ ഹറാം കൊണ്ടാണ്. അവന്റെ ഉത്തരം എങ്ങനെ സ്വീകരിക്കപ്പെടാനാണ്? അവന്റെ പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കപ്പെടാനാണ്? അവൻ എങ്ങനെ ഉത്തരം ചെയ്യപ്പെടാനാണ്? പ്രാർത്ഥന സ്വീകരിക്കില്ല. നമ്മൾ അള്ളാഹുവിനോട് കുറെ ദുആ ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ കുറെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടാവും, അത് മേൽപോട്ട് ഉയരില്ല, അവിടെ തടഞ്ഞു നിൽക്കും. 2 കാര്യങ്ങൾ ഗൗരവമുള്ള വിഷയമാണ്. ഒന്ന് കുടുംബബന്ധം മുറിച്ചാലും, ഒന്ന് ഹറാമായ സമ്പാദ്യം നമ്മുടെ വരുമാനത്തിലുണ്ടെങ്കിലും നമ്മുടെ അമലുകൾ മേൽപോട്ട് ഉയരാത്ത തടയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 2 കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹലാലായത് മാത്രം ഭക്ഷിക്കാൻ, കുറച്ചാണെങ്കിലും ഹലാലാണോ അൽഹംദുലില്ലാ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഹലാല് ഹറാമ് പല ആളുകളുടെയും ധാരണ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതുപോലെ പന്നി മാംസം അങ്ങനെയുള്ളതൊക്കെ ഹറാമ്, ബാക്കിയുള്ളതൊക്കെ ഹലാല്. അത് മാത്രമല്ല, അദ്ദേഹം പ്രത്യേകം പറഞ്ഞത്, അശ്ലീയായ ഹലാലും ഹറാമും ഉണ്ട്, ഒരാൾ സമ്പാദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹലാലും ഹറാമും ആകുന്നതും ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വരുമാനം ശ്രദ്ധിക്കണം. ഹലാല് ഹറാമ് എന്നുള്ളത് പോലെ തന്നെ മുസ്തബിഹായിട്ടുള്ള, സംശയമായിട്ടുള്ള ഒരു രൂപ പോലും നമ്മുടെ വരുമാനത്തിൽ കൂടരുത്. അത് നമ്മുടെ എണ്ണത്തിൽ പെരുപ്പം കാണിച്ചാലും അതിന്റെ ദോഷം വളരെ വലുതായിരിക്കും. ഒരു ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുമില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ, ഇനി കുറഞ്ഞ ഹദീസുകളുള്ളൂ, 40 മറ്റു ഹദീസുകളുള്ളൂ കിതാബ് അവസാനിക്കാൻ. അടുത്ത ഹദീസുകൾ അടുത്ത ദർശനം നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.